നിങ്ങളുടെ ഭാരിച്ച കടങ്ങൾ വീഴണോ? നിങ്ങളെ ആഗ്രഹങ്ങൾ നടന്നു കിട്ടണോ? നിങ്ങൾക്കോ നിങ്ങളെ മക്കൾക്കോ ഹൈറായ ബന്ധം, ഹൈറായ ഇണയെ കിട്ടണോ? ഈ ഒരു ആയത്ത് മതി. ഈ ഒരൊറ്റ ആയത്ത് നിങ്ങൾക്ക് നിങ്ങളുടെ ജീവിതത്തിൽ നിങ്ങൾക്ക് വിജയം കൊണ്ടെത്തിക്കും. ഈ ഒരു ആയത്ത് ഇപ്രകാരം, ഈ ആയത്തിനെ കൊണ്ട് അമലെടുത്താൽ നിങ്ങൾക്ക് വലിയ സൗഭാഗ്യങ്ങൾ വന്നെത്തുമെന്ന് മഹത്തുക്കളായ പണ്ഡിതന്മാർ നമ്മെ പഠിപ്പിച്ച അത്ഭുതകരമായിട്ടുള്ള ആയത്ത്. അത്ഭുത ആയത്താണ് ഈ ആയത്ത്. ഈ ആയത്ത് എങ്ങനെയാണ് ഓതേണ്ടത്, എത്ര എണ്ണത്തിലാണ് ഓതേണ്ടത്, ഏത് സമയത്താണ് ഓതേണ്ടത്, ഈ ആയത്തിനെ കൊണ്ട് എങ്ങനെയാണ് അമലെടുക്കേണ്ടത് നമുക്ക് പഠിക്കാം ഇൻഷാ അല്ലാഹ്. ഈ മജ്ലിസിനെ പരിപൂർണമായി കണ്ടു കഴിഞ്ഞാൽ എങ്ങനെയാണ് ഈ ആയത്ത് ഓതേണ്ടതെന്ന് നമുക്ക് മനസ്സിലാക്കാം. പഠിക്കാനും പഠിച്ചതനുസരിച്ച് പ്രവർത്തിക്കാനും അല്ലാഹു നമുക്ക് ഭാഗ്യം നൽകട്ടെ. അസ്സലാമു അലൈക്കും. അൽഹംദുലില്ലാഹി വസ്സലാത്തു വസ്സലാമു അലാ അഷ്റഫിൽ മുർസലീൻ വഅലാ ആലിഹി വസ്ഹബിഹി അജ്മഈൻ. അമ്മാ ബഅദ്. സ്നേഹനിധികളായ എൻ്റെ മുഅ്മിനീങ്ങളെ, ഇൻഷാ അല്ലാഹ് ഇന്ന് നമ്മൾ മജ്ലിസിൽ നമ്മൾ ചർച്ച ചെയ്യുന്നത് ഒരു അത്ഭുതകരമായിട്ടുള്ള ആയത്തിനെ പറ്റിയാണ്. നിങ്ങളെ പ്രയാസ പ്രതിസന്ധികൾക്ക് ഈ ഒരു ആയത്ത് മതി. നിങ്ങളെ കടം വീടാൻ ഈ ആയത്ത് മതി എൻ്റെ മുഅ്മിനീങ്ങളെ. ഹൈറായൊരു ഇണയെ കിട്ടാൻ മകൻക്കാണെങ്കിലും നിങ്ങൾക്കാണെങ്കിലും ആർക്കാണെങ്കിലും ഹൈറായൊരു ഇണയെ നിങ്ങൾ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ ഈ ആയത്ത് ഓതിയാൽ മതി. ഈ ഒരു ആയത്ത് ഓതിയാൽ മതി. ഈ എണ്ണത്തിൽ ഈ ആയത്ത് ഓതിയാൽ മതി. നിങ്ങൾക്ക് ഹൈറായ കാര്യങ്ങൾ നിങ്ങൾക്ക് അടുത്ത് കിട്ടണോ? ഒരു ഹൈറായ ഒരു ഭവനം അടുത്ത് കിട്ടണോ? ഈ ആയത്ത് മതി നിങ്ങളെ. നിങ്ങളുടെ ജീവിതത്തിൽ ഉടനീളം ഈ ആയത്ത് മുറുകെ പിടിച്ചു കഴിഞ്ഞാൽ, ഹൃദയത്തോട് ചേർത്ത് വെച്ച് കഴിഞ്ഞാൽ നിങ്ങളെ നടക്കാത്ത സ്വപ്നങ്ങൾ പൂവണിയും. നിങ്ങളുടെ നടക്കാത്ത സ്വപ്നങ്ങൾ വരെ പൂവണിയും. അത്ഭുതമാണ് ഈ ആയത്ത്. ഇൻഷാ അല്ലാഹ് കൂടുതലൊന്നും പറയുന്നില്ല, വലിച്ചു നീട്ടി നിങ്ങളെ വിലപ്പെട്ട സമയത്തെ നഷ്ടപ്പെടുത്തി കളയുന്നില്ല. ഏതാണ് ആയത്ത് ഇൻഷാ നമുക്കൊന്ന് പരിചയപ്പെടാം. ആ ആയത്ത് പറയുന്നതിന് മുമ്പ് നമ്മളെപ്പോഴും മജ്ലിസിൽ സൂചിപ്പിക്കുന്നത് പോലെ ഇനി നേരിട്ട് കാണാനുള്ള അവസരം, ഇനി കൺസൾട്ടിങ്ങിനുള്ള ഡേറ്റ് വരുന്ന ശനിയാഴ്ചയാണ്. ഈ കാണുന്ന നമ്പറിൽ മുൻകൂട്ടി ബുക്ക് ചെയ്ത് വഴി ചോദിച്ചറിഞ്ഞു വരിക. ധാരാളം ആളുകളാണ് പല ഭാഗങ്ങളിൽ നിന്നായിട്ട് മജ്ലിസിലേക്ക് ബന്ധപ്പെടുന്നവർ. തങ്ങൾ പറയുന്ന പ്രയാസങ്ങൾ ഞങ്ങളുടെ ജീവിതത്തിലുണ്ട്. വലിയ ബുദ്ധിമുട്ടിലാണ് ജീവിതം മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത്. വലിയ ഇടങ്ങേറിലാണ്, വലിയ പ്രയാസത്തിലാണ്. ഇതിനെന്തെങ്കിലും പരിഹാരമുണ്ടോ? പൈശാചികമായ പ്രയാസത്തിൽ കുടുങ്ങി നിൽക്കുന്നവർ, പൈശാചികമായിട്ടുള്ള ഉപദ്രവങ്ങളിൽ ജീവിതം വഴിമുട്ടിപ്പോയ ധാരാളം ആളുകളാണ് നിരന്തരമായി നമ്മുമായി ബന്ധപ്പെടുന്നത്. ശനിയാഴ്ചയും തിങ്കളാഴ്ചയും ബുക്ക് ചെയ്ത് ഇവിടമേൽ വന്നുകൊണ്ടതിൻ്റെ പരിഹാരങ്ങൾ തേടുന്നവർ. ഇൻഷാ അല്ലാഹ് ഇനി നേരിട്ട് കാണാനുള്ള അവസരം ശനിയാഴ്ചയാണ്. ഈ കാണുന്ന നമ്പറിൽ മുൻകൂട്ടി ബുക്ക് ചെയ്ത് വഴി ചോദിച്ചറിഞ്ഞു വരിക. അള്ളാഹു തൗഫീക്ക് നൽകട്ടെ. നമ്മുടെ സകലമായ പ്രയാസങ്ങളും പ്രതിസന്ധികളും അള്ളാഹു ഇനി മാറ്റി നൽകണം. അല്ലാഹ് ജീവിതത്തിൽ വലിയ ഹൈറുകൾ അല്ലാഹ് ഞങ്ങൾ അടുപ്പിക്കണം. അല്ലാഹ് ജീവിതത്തിൽ വലിയ ഹൈറാത്തുകൾ അല്ലാഹ് ജീവിതത്തിലേക്ക് അടുപ്പിക്കണം. അള്ളാഹു ഷെറിൻ്റെ കവാടങ്ങൾ നീ കൊട്ടി അടക്കണം. അല്ലാഹ് ഹൈറിൻ്റെ കവാടങ്ങൾ അല്ലാഹ് ഞങ്ങളെ മേൽ നീ മലർക്ക തുറന്നിട്ട് തരണേ തമ്പുരാനെ. മലർക്ക തുറന്നിട്ട് നൽകണേ തമ്പുരാനെ. ഇൻഷാ അല്ലാഹ് ഏതാണ് അത്ഭുതകരമായിട്ടുള്ള ആയത്ത്? ഈ ആയത്ത് മതി എൻ്റെ മുഅ്മിനീങ്ങളെ. ഇത് ഹൃദയത്തോട് ചേർത്ത് വെച്ചോ. ചൊല്ലുന്നവരുണ്ടെങ്കിലും ഈ എണ്ണത്തിൽ നിങ്ങളൊന്ന് ചൊല്ലി നോക്ക്. ഈ ഒരു സമയത്ത് നിങ്ങളൊന്ന് ചൊല്ലി നോക്ക്. വിജയം ഉണ്ടാകും. ഇത് ഞാൻ പറഞ്ഞതല്ല, ഹബീബായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ഇതുവരെ കളവ് പറയാത്ത അവിടുത്തെ പരിശുദ്ധമാക്കപ്പെട്ട നാവ് കൊണ്ട് പറഞ്ഞതാണ് മുഅ്മിനീങ്ങളെ. അതുകൊണ്ട് ഈ ഒരു ആയത്തിന് ഹൃദയത്തോട് ചേർത്ത് വെച്ച് ഈ ഒരു എണ്ണത്തിൽ ഇൻഷാ അല്ലാഹ് നിങ്ങൾ ചൊല്ലി നോക്ക്. നിങ്ങളെ പ്രതിസന്ധികൾ മാറും, നിങ്ങളെ ഇടങ്ങേറുകൾ നീങ്ങും. ഒരാളെ മുന്നിൽ പോയി പൊട്ടിക്കരയേണ്ട അവസ്ഥ നിങ്ങൾക്കുണ്ടാവൂല. അതിന് അല്ലാഹ് നീ തൗഫീഖ് നൽകണം. അല്ലാഹ് ജീവിതത്തിൽ ഖൈർ നൽകണം. ജീവിതത്തിൽ ഖൈർ നീ നൽകണേ തമ്പുരാനെ. പരിശുദ്ധമാക്കപ്പെട്ട ഈ ആയത്ത് എന്താണ് മുഅ്മിനീങ്ങളെ? അഅ്ളമു ആയത്തുൻ ഫിൽ ഖുർആൻ. ഖുർആനിലെ പരിശുദ്ധമാക്കപ്പെട്ട മഹത്വമുള്ള ആയത്തുകളിൽപ്പെട്ട ആയത്താണ് ഈ ആയത്ത്. ഏറ്റവും ശ്രേഷ്ഠമാക്കപ്പെട്ട ആയത്താണ് ഈ ഒരു ആയത്ത്. ഈ ചെറിയ ആയത്ത് അഅ്ളമു ആയത്തുൻ ഫിൽ ഖുർആൻ, ഖുർആനിലെ ഏറ്റവും മഹത്വമാക്കപ്പെട്ട ആയത്താണ്. അള്ളാഹുവിൻ്റെ ഇസ്മുകൾ 18 പ്രാവശ്യം പറഞ്ഞ
ആയത്താണ് ഈ ഒരു ആയത്ത്. ആവർത്തിച്ച് പറഞ്ഞ ആയത്താണ് ഈ ആയത്ത്. അതുമാത്രമാണ് എൻ്റെ മുത്തുമിനീങ്ങൾ. അതുമാത്രമല്ല, ഈ ആയത്ത് ആരെങ്കിലും ഒരു പ്രാവശ്യം ഓതിയാൽ ആ ആയത്ത് നമുക്ക് ശുപാർശകനായിട്ടെത്തും എന്ന് ഹബീബായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ അവിടുന്ന് പഠിപ്പിച്ച പരിചയപ്പെടുത്തിയ ആയത്താണ് ഈ ആയത്ത്. ഒരു പ്രാവശ്യം ഓതിയാൽ മതി, ഒരു പ്രാവശ്യം ഓതിയാൽ മതി. നിങ്ങളെ കാര്യങ്ങൾ നടന്നു കിട്ടും, നിങ്ങളെ ആഗ്രഹങ്ങൾ പൂവണിയും. വിവാഹം ഇണയെ ആഗ്രഹിക്കുന്നവർ ഈ ആയത്തിന് ഹൃദയത്തോട് ചേർത്ത് വെച്ചോ, ഹൃദയത്തോട് ചേർത്ത് വെച്ചോ. മക്കൾക്ക് ഹൈറായ ഇണയെ കിട്ടാൻ നിങ്ങൾ ആഗ്രഹിക്കുന്നുണ്ടോ? ധാരാളം ആളുകളാണ് അത്രം ബുദ്ധിമുട്ട് പറയുന്നവർ. തങ്ങളെ എൻ്റെ പൊന്നുമോന് എൻ്റെ കണ്ണടയുന്നതിന് മുമ്പ് അവൻ്റെ കാര്യങ്ങളൊന്ന് നടന്നു കിട്ടിയാൽ മതിയായിരുന്നു, അവൻ്റെ കല്യാണമൊന്ന് കണ്ടാൽ മതിയായിരുന്നു എന്ന് പൊട്ടിക്കരഞ്ഞ് സങ്കടം പറയുന്നവരുണ്ട്. ഹബീബായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ അടുത്തേക്ക് ഒരു സഹാബി കടന്നു വരികയാണ്. മുത്തുനബി ആ സഹാബിയോട് ചോദിക്കുകയാണ്, അലാ തതസവ്വജ്, എന്താണ് നിങ്ങൾ കല്യാണം കഴിക്കുന്നില്ലേ? ആ സ്വഹാബി തിരിച്ച് മറുപടി പറയുകയാണ്, വഅന കമാ തഅലം, നിങ്ങൾക്ക് എന്നെപ്പറ്റി അറിയില്ലേ? തങ്ങളെ, മുത്തുനബിയെ, അങ്ങേക്ക് എന്നെപ്പറ്റി അറിയില്ലേ? എൻ്റെ കയ്യിലൊന്നുമില്ല, എടുക്കാനായിട്ടൊന്നുമില്ല, സമ്പാദ്യമായിട്ടൊന്നുമില്ല. പിന്നെ ഞാൻ എങ്ങനെയാണ് കല്യാണം കഴിക്കുക? ഇതിലേക്ക് ഞാൻ എങ്ങനെയാണ് ഒരുങ്ങുക? എൻ്റെ കയ്യിലൊന്നുമില്ലല്ലോ, ഞാൻ എങ്ങനെയാണ് ഈ കാര്യത്തിലേക്ക് ഞാൻ ഒരുങ്ങുക എന്ന് മുത്തുനബിയോട് ആ സഹാബി വര്യൻ പറഞ്ഞപ്പോൾ വീണ്ടും മുത്തുനബി ആ സഹാബിയെ കണ്ട സമയത്ത് പറയുകയാണ്, അലാ തതസവ്വജ്, നിങ്ങൾ കല്യാണം കഴിക്കുന്നില്ലേ? അപ്പോൾ ഈ മുത്തുനബിയോട് ആ സഹാബി മറുപടി പറഞ്ഞത്, വഅന കമാ തഅലം, നിങ്ങൾക്ക് മുത്തുനബിയെ അങ്ങേക്ക് അറിയില്ല എൻ്റെ അവസ്ഥ. ഞാൻ വലിയ ദാരിദ്ര്യത്തിലാണ്, വലിയ പ്രയാസത്തിലാണ്, എൻ്റെ കയ്യിലൊന്നുമില്ല, സമ്പാദ്യമായിട്ട് എൻ്റെ കയ്യിലൊന്നുമില്ല. വീണ്ടും മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ മൂന്നാമതായിട്ടും ആ സ്വഹാബിയെ കണ്ടപ്പോൾ ചോദിച്ചു, നിങ്ങൾ കല്യാണം കഴിക്കുന്നില്ലേ? വീണ്ടും ആ സ്വഹാബിയുടെ മറുപടി, എൻ്റെ കയ്യിലൊന്നുമില്ല, എടുക്കാനായിട്ടൊന്നുമില്ല. ഞാൻ പിന്നെ എങ്ങനെയാണ് ഇതിലേക്ക് ഒരുങ്ങുക? ഈ ഒരു കാര്യത്തിലേക്ക് ഞാൻ എങ്ങനെ ഒരുങ്ങുക? അപ്പോൾ മുത്തുനബി പറഞ്ഞ മറുപടി, ഹൽ മഅക ആയത്തുൽ കുർസി, നിങ്ങളുടെ കയ്യിൽ ആയത്തുൽ കുർസി ഇല്ലേ? അപ്പോൾ ആ സ്വഹാബി പറഞ്ഞത്, ആയത്തുൽ കുർസി എൻ്റെ കയ്യിലുണ്ട്. എങ്കിൽ നിങ്ങൾ ഓത്. മുത്തുനബി പറയാണ്, നിങ്ങൾ ഓത്. പിന്നീട് ഈ ആയത്ത് അദ്ദേഹം ഓതിയതിന് ശേഷം, ഈ ആയത്തുൽ കുർസി അദ്ദേഹം പതിവാക്കിയതിന് ശേഷം അദ്ദേഹത്തിൻ്റെ കാര്യങ്ങൾ നടന്നു കിട്ടി, കല്യാണം റെഡിയായി, ശരിയായി. അത്ഭുതമാണ് എൻ്റെ മുത്തുമിനീങ്ങളെ ഈ ഒരു ആയത്ത്. ഈ ഹദീസിൽ നമുക്ക് പഠിക്കാനുള്ളത് നമ്മളെ ആഗ്രഹങ്ങൾ മിന്നലിൻ്റെ വേഗത്തിൽ നടന്നു കിട്ടാൻ ആയത്തുൽ കുർസി മതി. നമുക്കൊരു ഹൈറായ ഇണയെ കിട്ടാൻ ആയത്തുൽ കുർസി മതി. സാമ്പത്തികമായിട്ടുള്ള ഉയർച്ചയും ഭദ്രതയും ഉണ്ടാവാൻ ആയത്തുൽ കുർസി മതി. ഈ ആയത്തുൽ കുർസി കൊണ്ട് എങ്ങനെയാണ് അമലെടുക്കേണ്ടത്? നിങ്ങൾ ഉറങ്ങാൻ നിൽക്കുന്ന സമയത്ത്, നമ്മുടെ ഇശാ നിസ്കാരം കഴിഞ്ഞ് നമ്മളെ പണിയും, അടുക്കളയിലുള്ള പണി, അല്ലെങ്കിൽ ആണുങ്ങളാണെങ്കിൽ എല്ലാ ജോലിയും കഴിഞ്ഞ് ഭക്ഷണം കഴിഞ്ഞ് നമ്മളിങ്ങനെ ഫോണുമ്മ തോണ്ടിരിക്കണ്ട, റീൽസും മറ്റുള്ള കാര്യങ്ങളൊന്നും കണ്ടിരിക്കണ്ട, ബ്ലോഗൊന്നും കണ്ടിരിക്കണ്ട. ഈ ബ്ലോഗും റീൽസും കാണുന്ന ആളുകൾക്കാണെങ്കിലോ വീടില്ല, വാടക വീട്ടിലാണ്. എപ്പോഴും പ്രാരാബ്ധങ്ങളാണ് പറയാനുള്ളത്, കടത്തിൻ്റെ പ്രയാസങ്ങളാണ് പറയാനുള്ളത്. മക്കളില്ലാത്തവർ ആരും അമല് ചെയ്യൂല. പിന്നെയാണെങ്കിലോ കരഞ്ഞിട്ട് കാര്യമുണ്ടോ? സങ്കടപ്പെട്ടിട്ട് കാര്യമുണ്ടോ? ഇങ്ങനെയുള്ള അമലുകളെ ഹൃദയത്തോട് ചേർത്ത് വെക്ക്. പിന്നെ ആരെടുത്തും പോകേണ്ടി വരില്ല. ഏത് വലിയ ഹോസ്പിറ്റലിലും മക്കളില്ലാത്തതിൻ്റെ കാരണത്താൽ നിങ്ങൾ പോകേണ്ടി വരില്ല. എൻ്റെ മുത്തുമിനീങ്ങളെ ലക്ഷങ്ങൾ ചെലവാക്കേണ്ടി വരില്ല. അള്ളാഹു സ്വാലിഹീങ്ങളായ കൺകുളിർമയുള്ള മക്കളെ നൽകും. ഹൈറായ വീട്, ഭവനം അള്ളാഹു നൽകും. മസ്കൻ അള്ളാഹു നൽകും. നിങ്ങളെ കാര്യങ്ങളിലെല്ലാം അള്ളാഹു തുറവിടി നൽകും. എൻ്റെ മുത്തുമിനീങ്ങളെ അള്ളാഹു തുറസാക്കി നൽകും. അള്ളാഹു തുറവിടി നൽകും. ഈ ആയത്തുൽ കുർസിയെ ഉറങ്ങുന്നതിന് മുമ്പ് ഒരു 100 പ്രാവശ്യം, കൂടുതലില്ല, ഒരു 100 പ്രാവശ്യം നിങ്ങൾ ഓതി കിടന്നാൽ നിങ്ങൾ ആഗ്രഹിക്കുന്ന കാര്യങ്ങൾ നടന്നു കിട്ടും. ഒരു 100 പ്രാവശ്യം ഓതി
ഇരു കരങ്ങൾ അള്ളാഹുവിൻ്റെ ദർബാറിലേക്ക് ഉയർത്തുകയാണ്. ഉയർത്തിക്കൊണ്ട് പൊട്ടിക്കരഞ്ഞ് ദുആ ചെയ്യുക. അള്ളാഹുവേ, കൺകുളിർമയുള്ള സ്വാലിഹീങ്ങളായ മക്കളെ നൽകണം അല്ലാ, മക്കളെ നൽകണം അല്ലാ. നിങ്ങൾ പൊട്ടിക്കരഞ്ഞ് ആ സമയത്ത് ദുആ ചെയ്താൽ അള്ളാഹു തട്ടി മാറ്റൂല. ഞാൻ വാടക വീട്ടിലാണ്, അല്ലെങ്കിൽ എൻ്റെ വീട് പൊളിഞ്ഞ് ചാടാൻ നിൽക്കുകയാണ്, മഴ പെയ്താൽ ചോർന്നൊലിക്കുന്ന അവസ്ഥയാണ്, വാടക കൊടുത്തു കുടുങ്ങി മടുത്തു, വാടക കൊടുക്കാൻ പോലും ക്യാഷ് ഇല്ലാത്ത അവസ്ഥയിലാണ്. അത്ര സമ്പാദ്യം ഞങ്ങൾക്കില്ല, കടങ്ങളുണ്ട്, ഒരു വീടാവാൻ ഒരു നിവർത്തിയുമില്ല തമ്പുരാനെ എന്ന് പറഞ്ഞ് നീയല്ലാതെ മറ്റൊരാൾ ഞങ്ങൾക്കില്ല, നിന്നോടല്ലാതെ മറ്റൊരാളോട് ഞങ്ങൾക്ക് ചോദിക്കാനില്ല. അല്ലാഹു ഒരു ഹൈറായൊരു ഭവനം എത്രയും പെട്ടെന്ന് അടുപ്പിച്ച് നൽകണം അല്ലാ. ആയത്തുൽ കുർസി ഓതി ഇങ്ങനെ നിങ്ങൾ ദുആ ചെയ്ത് നോക്ക്. ഏതെങ്കിലും ഒരു മാർഗത്തിൽ അള്ളാഹു അതിൻ്റെ വാതിൽ തുറന്നിട്ട് നൽകും. നിങ്ങളെ കടമുള്ളവർ ദുആ ചെയ്യ്. അല്ലാഹുവേ, കടം കൊണ്ട് പരീക്ഷിക്കല്ല തമ്പുരാനെ, ഞങ്ങളെ നീ കടം കൊണ്ട് നീ പരീക്ഷിക്കല്ല അല്ലാ. കടം തന്ന് ഞങ്ങളെ നീ മൗത്താക്കല്ല തമ്പുരാനെ, മൗത്താക്കല്ല അല്ലാ. ഷഹീദിന് പോലും പൊറുക്കാത്ത കടബാധ്യത അല്ലാ ഞങ്ങൾക്ക് നീ നൽകല്ല അല്ലാ. നിങ്ങളിങ്ങനെ ദുആ ചെയ്ത് നോക്ക്, എല്ലാ ഖൈറിൻ്റെ കവാടങ്ങളും തുറന്നിട്ട് തരും. പടച്ച തമ്പുരാൻ തുറന്നിട്ട് തരും. നിങ്ങൾക്കൊരു ഇണയാണോ വേണ്ടത്? ദുആ ചെയ്യ്. ആയത്തുൽ കുർസി ഓതി ദുആ ചെയ്യ്. ആയത്തുൽ കുർസി ഇരണ്ടനം നിങ്ങളെ ഇങ്ങനെയുള്ള കാര്യത്തിന് എല്ലാത്തിനും മരുന്ന് അത് ആയത്തുൽ കുർസിയാണ്. ഈ ആയത്തുൽ കുർസി പറയാനാണോ? ഈ ആയത്തുൽ കുർസി ആയിരുന്നു ഉസ്താദ് ഇത്ര നേരം പറഞ്ഞത്. ഇതൊക്കെ ഞങ്ങൾ ഓതുന്നതാണല്ലോ. അങ്ങനെ ഒഴിവാക്കി കളയണ്ട. ഉറങ്ങുന്നതിന് മുമ്പ് 100 പ്രാവശ്യം ഓതി നോക്ക്. 100 പ്രാവശ്യം ഓതി നോക്ക്. പിന്നെ നടക്കാത്ത സ്വപ്നങ്ങൾ പൂവണിയും. ഇത് മുജറബാണ്. ഇത് ഹൃദയത്തോട് ചേർത്ത് വെക്കാൻ അല്ലാഹു ഞങ്ങൾക്ക് നീ ഭാഗ്യം നൽകണം അല്ലാ. നീ തൗഫീഖ് തന്ന് അനുഗ്രഹിക്കണേ തമ്പുരാനെ. ഇൻഷാ അല്ലാഹ് ആയത്തുൽ കുർസി എല്ലാവരും ഹൃദയത്തോട് ചേർത്ത് വെക്കാം. ഉറങ്ങുന്നതിന് മുമ്പായിട്ട് 100 പ്രാവശ്യം ഓതുക. അല്ലാഹു ഓതാനും ജീവിതത്തിൽ പകർത്താനും അല്ലാഹു നീ ഭാഗ്യം നൽകണേ അല്ലാ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി. ഇൻഷാ അല്ലാഹ് ഒരു കാര്യം ഉണർത്താനുള്ളത്, നമ്മൾ 5:45 5:30 5:45 സുബ്ഹി കുറച്ചടുത്ത് വന്നതുകൊണ്ട് 5:45 നമ്മളെ മജ്ലിസ്. എല്ലാവരും പങ്കെടുക്കുക. അല്ലാഹു തൗഫീഖ് നൽകട്ടെ. അല്ലാഹു ഭാഗ്യം അനുഗ്രഹിക്കുമാറാകട്ടെ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി.